കിഴക്കേക്കോട്ടയിൽ യുവാവിന് ദാരുണാന്ത്യം. 2 ബസ്സുകൾക്കിടയിൽ ഞെങ്ങിഞ്ഞിറങ്ങി യുവാവ് മരിച്ചു. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അപകടം. വിവരങ്ങളുമായി ഹരിമോഹൻ ചേരുന്നു. ഹരി, എന്തായിരുന്നു സംഭവം? എന്താണ് ഉണ്ടായത്? അതിന് അല്പം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഉല്ലാസ് എന്ന് പറയുന്ന കേരള ബാങ്കിലെ സീനിയർ മാനേജറായി ജോലി നോക്കുന്ന ആളാണ് കിഴക്കേക്കോട്ടയിൽ വെച്ച് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ സ്ഥലം പഴവങ്ങാടിക്കും നോർത്ത് ബസ് സ്റ്റാൻഡിനും ഇടയ്ക്ക് വെച്ചാണ് റോഡ് ക്രോസ് ചെയ്യാൻ ഉല്ലാസ് ശ്രമിക്കുന്നത്. ആ സമയത്ത് പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയായിരുന്നു. ആ സമയത്താണ് ഇതിന്റെ ഇടയ്ക്ക് ഉല്ലാസ് പെടുന്നത്. ആ ബസ്സുകൾ ആ സമയം അവിടെ നിന്ന് മാറ്റാൻ പറ്റാത്ത സാഹചര്യം. അതായത് ഇതിനിടയ്ക്ക് ഉല്ലാസ് പെട്ടുപോയത് ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഈ അറിഞ്ഞു വരുമ്പോഴേക്കും ഇതിനിടയ്ക്ക് തിങ്ങിഞ്ഞെരുങ്ങി ഉല്ലാസിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അതിനുശേഷമാണ് ബസ്സുകൾ അവിടെ നിന്ന് പുറകോട്ടേക്ക് മാറ്റി ഉല്ലാസിനെ അതിന്റെ ഇടയ്ക്ക് നിന്ന് പുറത്തെടുക്കുന്നത്. ഈ പുറത്തെടുക്കുന്ന സമയത്ത് പോലീസ് വാഹനം എത്തി, സമീപത്തുണ്ടായിരുന്ന പോലീസ് വാഹനം എത്തി. ആ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഉല്ലാസ് മരിക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഇനി ലഭിച്ചാൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. പക്ഷെ സീബ്ര ലൈനിൽ കൂടി ക്രോസ് ചെയ്യാൻ ശ്രമിച്ച ഉല്ലാസാണ് ഇത്തരത്തിൽ പ്രൈവറ്റ് ബസ്സിനും KSRTC ബസ്സിനും ഇടയിൽ കുരുങ്ങിയത് എന്നുള്ളത് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് ഉറപ്പിക്കാൻ സാധിക്കും. ആ സീബ്ര ലൈനിൽ നിൽക്കുകയാണ് ഉല്ലാസ് ആ ബസ്സിനിടയ്ക്ക് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സീബ്ര ലൈനിൽ കൂടി കടന്നു പോകാൻ ഒരാൾ ശ്രമിച്ചിട്ട്, ഒരു കാൽനട യാത്രക്കാരൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ പോലും ബസ്സുകൾ രണ്ടും, അതൊരു പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും അത് ശ്രദ്ധിക്കാതെ മുന്നോട്ടെടുത്തതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് അറിയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഉടൻ രജിസ്റ്റർ ചെയ്യുമെന്നും അറിയുന്നുണ്ട്. ആതിര.